നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് കാണുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക. ഓക്കെ. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലുള്ള പ്രശ്നം എന്ത് എന്നറിയാൻ യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ എനർജിയാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ഒരു ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ആരുടെ എനർജി ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് മനസ്സുകൊണ്ട് ഒരു ഡിറ്റാച്ച്മെന്റ് വെച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു അകൽച്ച. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ മനസ്സ് എന്തോ ആ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ മുതൽ നിങ്ങളുടെ മനസ്സ് ഡൗൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് പോയി എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ എന്ത് ബ്രേക്കപ്പോ എന്ത് സിറ്റുവേഷനും ആയാലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളൊരു അകൽച്ചയിൽ മാറ്റി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻ കാരണം അവർ നിർബന്ധിതമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയി എന്നതാണ് കാണിക്കുന്നത്. അകന്നു നിൽക്കേണ്ട സാഹചര്യം ആ വ്യക്തിക്കുണ്ട്. ആ ഒരു സാഹചര്യം കൊണ്ട് അതെന്തുമാവാം, ആ ഒരു സാഹചര്യം കൊണ്ട് മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച വെച്ചു നിൽക്കുന്നു. അല്ലാതെ മനഃപൂർവ്വമല്ല, അല്ലാതെ നിങ്ങളിൽ നിന്ന് സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയൊരു വ്യക്തിയാണ് കാണുന്നത്. സാഹചര്യം നിർബന്ധിതമായി മാറി നിൽക്കുന്ന ഒരു വ്യക്തി, അതാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ആയി കാണുന്നു. റിലേഷൻ കുറച്ച് നാൾ സ്മൂത്തായിട്ട് പോയാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാവും. അതിപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്ന വ്യക്തിയുമായിരിക്കാം. സ്വന്തം വീക്ഷണത്തിലൂടെ കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോവാതെ മറ്റുള്ളവർ പറയുന്ന ചെവി കൊടുത്ത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിക്ക് വന്നതായി കാണുന്നു. ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്വഭാവമുള്ള ബേസിക് ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് ആ നിമിഷം അതിൽ നിന്ന് പോവുകയും പിന്നെയും ഈ റീയൂണിയൻ ആഗ്രഹിച്ച് തിരിച്ചു വരികയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ റീയൂണിയൻ വരുമ്പോഴേക്കും നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത്, എനിക്ക് ആ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്ന തോട്ട്സ് കാരണമാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളോട് പിന്നീടും സ്നേഹത്തിൽ പെരുമാറി കഴിയുമ്പോൾ വീണ്ടും റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിൾ ആവും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു സർക്കിൾ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങളെ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും മണി ട്രാൻസാക്ഷൻ നടന്ന് കാണും. നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലും മണി ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ മോശം സമയത്ത്, അവർക്ക് ഫിനാൻഷ്യലി ടൈറ്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ മണി കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വിഷമം. ഞാൻ ചിലപ്പം ആരും അറിയാതെയൊക്കെ ആയിരിക്കും നിങ്ങളത് ആ ക്യാഷ് സംഘടിപ്പിച്ചവർക്ക് കൊടുത്തിട്ടുണ്ടാകുക. ഞാൻ എത്രത്തോളം ഒരു എഫേർട്ട് ഈ റിലേഷനിൽ ഇട്ടു, പക്ഷേ എന്നിട്ടും എൻ്റെ പേഴ്സൺ എന്താണ് ഇങ്ങനെ എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയ ഡിറ്റാച്ച്മെൻറ്റ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷന് നമ്മൾ കാണുന്നത് ഇങ്ങനൊരു സർക്കിളാണ്. അതായത് സ്നേഹത്തോടെ വരും, പിന്നെയും ഒരു എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്കിലേക്ക് പോവും, പിന്നീട് വീണ്ടും തിരിച്ചു വരും, അങ്ങനെ ഒരു റീയൂണിയൻ ആകും. അങ്ങനെ ഒരു റിലേഷനിലെ എനർജിയാണ് നമുക്ക് ഇന്ന് വന്നേക്കുന്നത്. മണി ട്രാൻസാക്ഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും
നല്ലതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അതെനിക്ക് ലൈഫ് ലോങ് ഉണ്ടാകുമോ, അത് എൻ്റെ കൂടെ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നോട് ചേർന്ന് നിൽക്കുമോ എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണി ട്രാൻസാക്ഷനൊക്കെ കൊടുത്ത് നിങ്ങൾ സഹായിക്കുക. ഒരിക്കലും അത് ചെയ്യേണ്ട എന്നല്ല. നമ്മളുടെ പാർട്ട്ണർ നല്ല ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒക്കെ അത് സംഘടിപ്പിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു പരിഗണന തരാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ റിലേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടും കാര്യമുണ്ടോ? അപ്പം നിങ്ങൾ ആ റിലേഷൻ എന്താണ് എന്നുള്ള ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നിട്ട്, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.